ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഒരു ലക്കി ഡ്രോണ് ലോട്ടറി ഇതൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സംശയമുണ്ട്. ഇത് സ്കാമാണെന്ന്. കാരണം സ്കാം ചെയ്യുന്നത് പോലെ ചെയ്താൽ പിന്നെ അത് സ്കാമാണെന്നല്ലേ തോന്നുള്ളൂ. ഇതിൻ്റെ മെയിൻ സ്റ്റോറി എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ, ഒരു ഭയങ്കര എന്താ പറയുക ബാധ്യതയൊക്കെ ഉള്ള ആളുടെ വീട് വിൽക്കണം. എന്നിട്ട് ആ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിനെ അവർ സമീപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്തു തരാം, ഇതൊക്കെ എനിക്ക് കുറച്ച് പൈസ തരണം. അങ്ങനെ പൈസ മേടിച്ചു. എന്നിട്ട് പറയാണ്, നമുക്കിങ്ങനെ ഒരു കൂപ്പൺ 1000 വെച്ച് മേടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരാളിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വീട് കൊടുക്കാം, സെക്കൻഡ് പ്രൈസ് ബുള്ളറ്റ് കൊടുക്കാം, തേർഡ് പ്രൈസ് കാറ്. എന്ത് കാറാന്ന് വെച്ചാൽ ജീപ്പാണോ തോന്നുന്നു, എന്തത് മിനി ജീപ്പാ, എന്തോ ഒരു ജീപ്പ്, അങ്ങനെ എന്തോ. അപ്പോൾ ഇതിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ ഒന്നാമത് ഇവർ തന്നെ ചെയ്യുന്ന പരിപാടിക്ക് ഇവർ തന്നെ എടുക്കാൻ പറ്റില്ല. ഈ പാണ്ടിക്കാട് കുഞ്ഞിൻ്റെ അടുത്ത് അവരൊരു വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ ഞാനിതിലൊന്നും അത് ചെയ്യുന്നില്ല വീഡിയോ. കാരണം പറഞ്ഞാൽ എനിക്കത് ചെയ്യാനുള്ളൊരു എനിക്ക് അറിയില്ല കൂടുതലായിട്ട്. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞിൻ്റെ അടുത്തൊന്നും അവർ എടുക്കാനേ പറയില്ല കേട്ടോ സാധനം. ആ കൂപ്പൺ ഇയാൾ തന്നെ പോയി എടുക്കുക. അതങ്ങനെ അറിയോ, ഇങ്ങനെ ആക്കിയിട്ട് മേലെടുത്താൽ കുഴപ്പമില്ല. ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളിൽ കയ്യിൽ കുറച്ച് നേരം ഇങ്ങനെ തപ്പിയിട്ട് ഒന്നെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതെങ്ങനെ, ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആള് ഷാഫിയ, അങ്ങനെ ആള് വയനാട്ടിലുള്ള ആളാണ്. ഇവരായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഇവർ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്, നമുക്കറിയില്ല. എല്ലാം ഡൗട്ടുണ്ട്, അതൊക്കെ കമൻറ്റുകളിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഫസ്റ്റ് അടിച്ച ആളിനെ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ നടത്താൻ തന്നെ വെക്കുക, ഏതെങ്കിലും നടത്താണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് അടിച്ചു, അയാളെ കാണാൻ വേണ്ടി പോകുന്നില്ല, പക്ഷേ ഇവർ കാണാൻ വേണ്ടി പോവുക. ഫസ്റ്റ് അടിച്ച ആളിനെ കാണാൻ പോവുക, ആള് പകുതി ദൂരം വന്ന് മഴയത്ത് വണ്ടി നിർത്തുക, കാണാൻ വരിക, സംസാരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കില്ലേ, ഓട്ടോമാറ്റിക് ഡൗട്ട് അടിക്കും. ഇത് ഈ 2025 ആദ്യം നമ്മുടെ ഫോർച്യൂണർ സ്കാം, അത് നിങ്ങൾക്ക് അറിയില്ലേ, അത് കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ. കാരണം ഇവർ ഫേമസ് ആയ ആൾക്കാരാണ്. ഇവർ പറഞ്ഞാൽ എന്തായാലും നാട്ടുകാർ വിശ്വസിക്കും. കാരണം അവരെങ്ങനെ രക്ഷപ്പെടണം വേണ്ടിയിരിക്കുക. എല്ലാവരും നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകം, അവർ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫേമസ് ആയ ആൾക്കാർ ഇതുപോലെയുള്ള തട്ടിപ്പുമായി ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് ഭയങ്കര ദുഃഖമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു കൂപ്പൺ എടുത്തു, 2 കൂപ്പൺ എടുത്തു, 1000 രൂപയാണ് ഒരു കൂപ്പൺ കേട്ടോ. അതുപോലെ ഈ ഷാഫി പറഞ്ഞവൻ 13 എടുത്തു. അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എടുത്തിട്ടുണ്ടാവേ. 13 എങ്ങനെ എടുത്തത്? പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ, വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പോയി കളഞ്ഞു പോയി എന്നൊക്കെ പറയാം. ഗൂഗിൾ പേയിൽ ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരണം, എന്നാൽ മാത്രം നമുക്ക് അറിയാമല്ലോ ഇത് സ്കാം അല്ലാന്ന്. അല്ലാണ്ട് പിന്നെ ഈ പാണ്ടിക്കാട് കുഞ്ഞിന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ വന്നിട്ട് ഇത് സ്കാം അല്ല, ഞാൻ ആരുടെയും എനിക്ക് അങ്ങനെ എൻ്റെ മക്കൾക്കും ഫാമിലിക്കാർക്കും ചോറ് വാങ്ങി കഴിക്കേണ്ട അവസ്ഥയില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നടത്തിയത് സംശയം തോന്നുന്ന വിധത്തിലായാൽ പിന്നെ സംശയിക്കാണ്ട് വല്ല വഴിയില്ലല്ലോ. പിന്നെ ഈ വീടടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ 2 ദിവസമാവും 3 ദിവസമാവും, ഈ അടിച്ചാൾ ഇങ്ങനെയൊക്കെ പറയുമോ? അടിച്ചാൾ ഈ ആദ്യമായിട്ടാണ് ഈ അവൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതൊന്നും അവിടെ ഇരിക്കട്ടെ. കൂപ്പൺ എടുക്കാൻ എന്തായാലും ഇവിടെ തന്നെ വരണം. പക്ഷെ അങ്ങനെ കൂപ്പൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈനിലൊക്കെ ചിലപ്പോൾ ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഈ അടിച്ച് ആൾക്ക് സമയമില്ല വരെ. രണ്ടാമത്തെ അടിച്ച ആൾക്ക് സമയമില്ല, മൂന്നാമത്തെ അടിച്ച ആൾക്ക് സമയമില്ല. അവർ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരക്കിലാണ്, പിന്നീട് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കിലാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു പ്രൈസ് അടിച്ചു, നമ്മുടെ വീട്ടുകാർക്ക് ആർക്കിനെ പോവാമല്ലോ. പോയിട്ട് എൻ്റെ മകൻ അടിച്ചാണ്, അവൻ ഇപ്പോൾ തിരക്കിലാണ് പറഞ്ഞിട്ട് നമുക്കത് മേടിക്കുക, എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇവരാരും വരുന്നില്ല. ഇതെന്തത് ഇതൊന്നും ആർക്കും വേണ്ടേ? ഇപ്പോൾ ഒരു കാർ ഒരാൾക്ക് ഫ്രീ ആയി തരണോ? ആൾക്ക് കാറ് വേണ്ടേ? വേണം. ഇതൊക്കെ നമുക്കിങ്ങനെ കൂട്ടി ആലോചിച്ച് നോക്കുമ്പോഴേ മനസ്സിലാണ് ഇതൊരു സ്കാമായി നമുക്ക് തോന്നുന്നത്, അല്ലേ? അല്ലാണ്ട് നമുക്കിത് തോന്നാൻ ഒരു വഴിയില്ല. ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുന്നില്ല. നമ്മൾ
ഇത് ഇങ്ങനെ പണ്ടൊക്കെ കുറേ ഉണ്ടല്ലോ ഇങ്ങനെ ചിട്ടി അങ്ങനെ, അത് മുമ്പ് സംഭവിക്കുമ്പോൾ എന്താണ് കുറേ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിനുള്ള ക്ലാരിറ്റി ഈ പാണ്ടിക്കാട് കുഞ്ഞൻ തരണം. പിന്നെ ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾ കൂപ്പൺ എടുത്ത ആ ഒരു ടോക്കൺ അതും തരണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ടോക്കൺ എഴുതാം, പക്ഷേ അയാൾ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്തു, ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊടുത്തെടുപ്പിക്കുക, അങ്ങനെ അതൊക്കെ പറയാം. ചിലപ്പോൾ ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പിന്നെ എത്ര ദൂരം അയാൾ 150 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൂപ്പൺ എടുക്കാൻ വേണ്ടി 2 കൂട്ടുകാരനെ വിടുകയല്ലേ. ഓൺലൈൻ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നമുക്ക് കാണിച്ചു തരണം. കാരണം പറഞ്ഞത്, കാരണം ഒന്നാമത് ഇത് ലീഗൽ പരിപാടിയല്ല, ഇത് ഇല്ലീഗലാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഒന്ന് കാണിച്ചു തരണം. കാരണം പറഞ്ഞാൽ ഇത് വല്ല ഇൻകം ടാക്സ് അവരൊക്കെ ഇതൊക്കെ അറിയും. ഈ ക്യാഷ് എങ്ങനെ വരുന്നത്, ഇത്ര ക്യാഷ് എങ്ങനെ വരണം, ഇതിനൊന്നും സോഴ്സ് ഒന്നും ഇല്ലല്ലോ. ഇതൊരു പരിപാടി നടത്താൻ ഇവർക്ക് ലൈസൻസും ഇല്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തായാലും ഇവർ തരണം. ഓക്കെ ബൈ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. ബൈ.